ഞാൻ മുകളിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. പതിവില്ലാത്തൊരു മണം എന്താണെന്നറിയാൻ വേണ്ടി താഴത്തേക്കും ചെന്ന് നോക്കുന്നതാ. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നല്ല മണമല്ലേ ബിലാലേ? ഞാൻ ജിമ്മിന് പോകാൻ ഇറങ്ങിയതാ. അതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ നോക്കാമല്ലോ. വെറുതെ അല്ല, ശരി ഇരുന്ന് മുറിക്കല്ലേ. ഞാൻ ഇങ്ങനെ പറയുന്നു കുറേ നേരമായി നല്ലൊരു മണം. ശരി മുറിക്കുന്നതിൻ്റെ മുന്നേ തന്നെ മണം വന്നില്ലേ? ഇത് കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നതാണ്. കാസർഗോഡ് നിന്ന് നമ്മൾ ഇന്നലെ അല്ലേ മെഞ്ഞാന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ദിശേൻ്റെ വീട്ടിലുണ്ടായ ചക്കയാണ്. നല്ല അടിപൊളി വരിക്ക ചക്ക. ഇത് നമ്മെ ചക്ക മുറിക്കുമ്പോൾ പെണ്ണുങ്ങളെല്ലാവരും ഇരുന്നിട്ട് മുറിക്കണമെന്നാ. ഇത് നമ്മ എൻ്റെ മരീനെ കൊണ്ട് മാത്രം മുറിപ്പിക്കുന്നത്. അമ്മക്ക് എന്തെങ്കിലും സഹായിച്ചൂടെ? ഓല മുറിച്ച് പഠിക്കട്ടെ. ഇതുവരെ നിങ്ങൾ തിന്നിക്കലുള്ളൂ, മുറിച്ചിട്ടൊന്നും പഠിച്ചിക്കില്ല. ഞാനൊരു 5-10 മുളകുണ്ട് എൻ്റെ അകത്ത് പറിക്കുന്നതാണ്. ഇത് മുളക് ആടാ ബക്കറ്റിന്റെ കണിക്ക് ബാബിലല്ലേ പച്ച മുളക് ഉണക്കാനിട്ടതാ. അതായത് ഞാൻ ഇങ്ങനെ പറിച്ചു കൊണ്ടിരിക്കുന്നേനു. പച്ചമുളക് അമ്മേൻ്റെ പച്ചമുളക് കൃഷി. ഞങ്ങൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുളകിൻ്റെ അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കലുണ്ട് അമ്മ. നല്ല അടിപൊളി പച്ചമുളക്. ഇത് എങ്ങനെ ആഴ്ചക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ മാസം? അങ്ങനെ കണക്കൊന്നുമില്ല. എന്നാലും ഒരു 5-10 കാണുമ്പോൾ ആവശ്യമുള്ള ഉണ്ടെങ്കിലും പറിക്കും. അങ്ങനെ അങ്ങനെ 2 വേറെ തൈ ഉണ്ടാ? വേറെ തൈ 2 ഉണ്ട്. ഉണ്ടായി ഞാൻ മാറ്റി പറിച്ചു പോയിക്ക് പറിച്ചു പോയതാ. ഇത്ര ഉണ്ടായല്ലോ. അല്ലെങ്കിൽ മുക്കാത്തുണ്ട്. എന്നാലും ഇത്രയും പച്ചമുളക് ഉണ്ടായല്ലോ അല്ലേ? ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവില്ലേ? 2 അത്രയല്ലേ വേണ്ട. അതെ അതെ അതെ. നമ്മളൊന്നും ഉപയോഗിക്കുമ്പോൾ നമ്മളെല്ലാം ദുബായിൽ നമ്മൾ പിള്ളമാരല്ലോ ഒരുപാട് പച്ചമുളക് ഉപയോഗിക്കും. അമ്മ അധികം ഒന്നും ഉപയോഗിക്കില്ല. എനിക്കൊന്ന് ഒരു കറിക്കല്ല 1-2 മാക്സിമം ഇട്ടുള്ളൂ. 2-3 2-3. ഓക്കെ, എന്തായാലും നമുക്ക് ചക്കയിലേക്ക് പോകാം. വരിക്കച്ചക്ക നമ്മൾ ഓർക്കാട്ടൊരു ഞങ്ങൾക്ക് നല്ലൊരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ചെറുപ്പം മുതൽ ഒരുപാട് നല്ല ചക്കകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മളെ പരിസരവാസികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കയാണ്. ചക്ക അതുപോലെ തന്നെ മാങ്ങ നമ്മുടെ നാട്ടിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സിനേക്കാൾ ഉപരി. പക്ഷെ നമുക്കതിൻ്റെ വില അറിയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സ്വന്തം വീട്ടിലിങ്ങനെ സർവറ കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ചക്കക്കും മാങ്ങക്കൊന്നൊരു വിലയില്ല. അല്ല മേ സത്യമല്ലേ? വിലയുണ്ടാ? ദിശ പിന്നെ ചക്കപ്രാന്തിയാ. സോറി ഞാൻ പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും. ഒരു കഷ്ണം ഒരിക്കും കൊടുക്കും. ഒരു കഷ്ണം നമ്മളെന്ത് നാടെ ഉണ്ടാകുമ്പോൾ നമുക്കും തരും. നമ്മളെല്ലാം കുറച്ച് ചക്കേൻ്റെ കുരു. പിന്നെ എവിടുന്ന് ചക്ക കിട്ടിയാലും ഒഴിവാക്കൂല. ആടെ കയറി ചാമ്പി അടിക്കും. പക്ഷെ വരിക്കച്ചക്ക ഒരു പ്രത്യേക ടേസ്റ്റ്. പഴഞ്ചക്ക എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ അമ്മേ. പഴഞ്ചക്ക വലിയ ഇഷ്ടമല്ല. പക്ഷെ വരിക്കച്ചക്കക്ക് ഭയങ്കര പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ. ഇങ്ങനെ ഉരിച്ചു തരണം. മുറച്ച് ഇതാണ് കറക്റ്റ് അളവാട്ടോ. ഓരോ പൊളി ഓരോരുത്തരും കൊടുത്താൽ ഒരു തിന്നോളൂ. അല്ല പണ്ട് അമ്മ ഇങ്ങനെ തരുവാ. ഇതേപോലെ മുറിച്ചിരിക്കും തരും. ഇങ്ങനെ പറയുന്നത് ഇതിന്റെ മോള് സാധനം എന്താ പറയുന്നു? ചേണിയാ മടല മോള് കൂഞ്ഞ് ചെത്തിയിട്ട് നല്ല ഇതുപോലെ വിരിച്ചിരിക്കും. അവർക്ക് വേണ്ട തിന്നു. സായി കൊടുക്കുക. തിന്നൂലേ? ചക്ക തിന്നു കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റ് അളവ് അമ്മേ. പഞ്ചക്ക അത്ര ഇതല്ല അല്ലേ? പഞ്ചക്കനേക്കാൾ ഒരുപാട് നല്ല വൃത്തിയുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. കരിമ്പിന് കമ്പ് കേട് എന്ന് പറഞ്ഞ പോലെ പല ഫ്രൂട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇതിന് നല്ലതാ. ശരിക്കും ഭയങ്കര തിന്നു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാനൊന്ന് രചിച്ചു നോക്കട്ടെ. ഞാൻ നോക്കിക്കാ. ഞാൻ രചിച്ചു നോക്കട്ടെ. പാകം മധുരം. ഇത് നാളത്തേക്ക് ഒന്നും കൂടെ പോയായിപ്പോ. ഇതിപ്പം കഷ്ണം ഉദ്ദേശിച്ച് കൊടുക്കാലായിരിക്കും. നാളത്തേക്ക് കൂടുതൽ കറക്റ്റാണ്. ചക്ക ഭയങ്കര ഇഷ്ടം. ചക്ക ഇല്ലാണ്ട് ജീവിക്കാൻ ഒരു വലിയ ചക്കയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. ഏതെങ്കിലും വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ചക്കേനെ മണം കേട്ട് കഴിഞ്ഞാൽ മര്യാദ നോക്കൂല. എന്നാ ഉണ്ടെങ്കിൽ ചക്ക തന്നോളൂ. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ട് മുരിങ്ങാ ചപ്പലിട്ടൊരു ഒരു കറിയുണ്ട്. ചക്കക്കുരു മുരിങ്ങാച്ചപ്പിട്ട് പണ്ട് അമ്മ ചെറുപ്പത്തിൽ ചക്കക്കുരു മാങ്ങയിട്ട് വെക്കും. പല ഐറ്റംസും വെക്കും. പരിപ്പിട്ട് വെക്കും. മുരിങ്ങാച്ചപ്പിട്ട് ഭയങ്കര ടേസ്റ്റാ ചക്കക്കുരു അല്ലേ? ചക്കക്കുരു മുരിങ്ങാക്കറി അല്ല മുരിങ്ങാച്ചപ്പും. ചായ എടുത്ത് പോയി നല്ലോണം ചമച്ചു തിന്നണം കേട്ടോ. ടാറ്റ പറയാൻ ചവച്ച് തിന്നാ
ശരിക്കും ചക്ക മുറിച്ച് തിന്നുമ്പോൾ ഇതുപോലെ തിന്നണം കേട്ടോ. അല്ലാണ്ട് പ്ലേറ്റിൽ ചിലപ്പോൾ ഇരിഞ്ഞിട്ട് തന്നാൽ ചിലപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ എല്ലാവരും കൂടിയിരുന്ന് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടിയിരുന്ന് അങ്ങോട്ട് അർമാദിക്കണം അല്ലേ. ഈ സിംഹങ്ങളും പുലികളെല്ലാം കൂടി നിന്ന് അല്ലെ, സിംഹങ്ങൾ കൂടി നിന്ന് ഏതെങ്കിലും മൃഗത്തെ തിന്നതാണ്ടി ഈ മന്തി കഴിക്കുന്നില്ല, മന്തി അതേപോലെ ഇരുന്ന് ചക്ക കഴിക്കണം അല്ലേ അമ്മ? എന്നാൽ അതിന് അമ്മ മന്തി ചിക്കൻ വെജ് അല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കും ഇതുപോലെ നമ്മൾ മന്തി കഴിക്കും. മന്തിയും ചിക്കൻ കഴിക്കും, ഞാൻ ചക്കയും മാങ്ങലും തിന്നും. അല്ല ഇതുപോലെ നടുവിൽ ഇങ്ങനെ മുറിച്ച് ഇതുപോലെ തിന്നും എനിക്ക് ഓർമ്മ വരുന്നത് മന്തി തിന്നുന്നതും അറബികളൊക്കെ കഴിക്കും പോലെ. അപ്പൊ അറബികളോട് പ്രത്യേക കാര്യം, ഞാളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഴിച്ച സംഭവങ്ങൾ ഇതൊക്കെ അത് കണ്ട് നിങ്ങൾ കോപ്പി അടിക്കുന്നു. മന്തി അതുപോലെ തന്നെ ഒരു പദത്തിൽ തന്നെ കഴിക്കുന്നില്ല അതിശേ. അതാണ് ഇങ്ങനെ കൊടുക്കണം. എങ്ങനെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കൂഞ്ഞി ചെത്തിയിട്ട് അടിയോട് കൂടി ചെത്തിയിട്ട് ചക്കയുടെ മുകൾ ഭാഗത്തിന്റെ ഇങ്ങനെ ഇങ്ങനെ ആക്കണമേ. ഇതങ്ങ് പോയാല് എന്റെ മനെ ഇത് കാണാനൊരു ഭംഗി. അത് ക്ലോസിലെടുത്തവരല്ലേ, ക്ലോസിൽ ഇതേപോലെ എടുക്കണം. ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് തിന്നാനുണ്ടാ ഒരു അടക്ക. ഇഞ്ഞിവിടെ വന്നിട്ട് തിന്നട്ടാ. ചക്ക തോനുണ്ട്, ഒരു ചക്ക ഇവിടെ ഒരു ചക്ക ഇവിടെ ഉണ്ട്, ഒരു ചക്ക എന്നും ഉണ്ട്. അതന്നെ അതന്നെ ഇനി എടുക്കുന്നുണ്ട്. ഏട്ടനും വൈഫൊന്നും ഇവിടെ ഇല്ല അല്ലേ? അങ്ങ് പോയിക്കോ. എവിടെയും ചക്ക ആവശ്യത്തിന് ഏട്ടനും വൈഫെല്ലാം അങ്ങ് ഇവിടെ പോയിനാ, ഓരോ വീട്ടിൽ പോയിനാ. അപ്പൊ നാളെ വരൂ. അവിടെ ചക്ക ആവശ്യത്തിനുണ്ട്, പ്രശ്നമൊന്നുമില്ല. ചക്കയിലുണ്ട്, ചക്കയുണ്ടല്ലോ ആവശ്യത്തിന് അത്യാവശ്യത്തിനെല്ലാം ഉണ്ട് പുതുക്കി. ഇല്ല ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടു അങ്ങനെ ഇങ്ങോട്ടും കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പതിവുകൾ. ഇതുപോലെ നിങ്ങളും എല്ലാരും വട്ടമിട്ടിരുന്നാല് ചക്ക തീർന്ന അറിയല. അല്ലാണ്ട് കൊണ്ട കൊടുത്താൽ 2 or 3 തിന്ന് പോവും. ഇതാകുമ്പോ ഒരു രസമായി രണ്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 5 തിന്നിട്ട് 6-8 തിന്നു. പണ്ട് എനിക്ക് ചക്ക നമ്മൾ ഓർക്കാട്ട് ഓർമ്മ വരും. ഓർക്കാട്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് മറ്റുള്ള മരങ്ങളൊന്നും കാര്യമായിട്ടില്ല, പക്ഷെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, വരിക്ക പ്ലാവ്. നിറച്ചും ചക്ക അത് പറിച്ച് ഞങ്ങളെ നാട്ടിലുള്ളെന്ന് പറഞ്ഞത് ഞാൻ തീരത്തുള്ള അയൽവാസിയൊക്കെ എല്ലാം കൊടുക്കുമായിരുന്നു. ഒരൊക്കെ പറയും മൂട്ടിക്കണേന്ന്, മൂക്കനായിക്കണേന്ന് ചോദിക്കും. ചക്കയായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീട്ടിൽ നിന്ന് ചക്ക കൊണ്ട് തന്നപ്പോ നല്ല ടേസ്റ്റ് കാരണം എന്റെ അമ്മ ഒരു മുളച്ച കുരു എടുത്തുണ്ടായി കുഴിച്ചിട്ട് 5-6 കുഴിച്ചിട്ടേക്ക്. 2-3 ഉണ്ടെങ്കിലും 1 നിറച്ചുണ്ടാവില്ല. അതെല്ലാവർക്കും ഞാൻ അതുപോലെ കൊടുക്കലുണ്ട്, ഞങ്ങളും തിന്നലുണ്ട്. സോറി ബിലാലിനോട്ടോ ക്യാമറ പിടിക്കുന്നത്, ബിലാലിനെ കുതിപ്പിക്കട്ടെ. ഞാൻ ബിലാലിന് ചക്ക ഇഷ്ടാടാ? ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മള് പണ്ട് ദുബായിലുള്ള സമയത്ത് അമ്മ വീട്ടിൽ നിന്ന് പറയാം ചക്ക കിട്ടി മാങ്ങ കിട്ടിയതോടെ എനിക്ക് സങ്കടാവും, അയ്യോ തിന്നാൻ പറ്റുന്നില്ലല്ലോ. പണ്ടില്ലേ ദിശേന്റെ വീട്ടിൽ ചക്കയും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വടകരക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരുപാട് മാങ്ങയും ചക്കയിൽ മാങ്ങയൊക്കെ വീഴും മഴക്കാലത്തൊക്കെ. അപ്പൊ ദിശ അയ്യോ ഞാൻ ദിശ പോകുന്ന ദിവസം വീഴുകയില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പൊ പിന്നെ ആഴ്ചയൊക്കെ പോകുന്നോണ്ട് ഇന്നലെ കെട്ടിയ പറിക്കുന്ന നമ്മള് കാണിച്ചിട്ടില്ല. അപ്പൊ കറക്റ്റ് സമയത്ത് ഒരാള് വന്ന് പറിച്ചു തരാന്. അതാ നമ്മളെ അയാൾ വന്ന വേറെന്തോ കാര്യത്തിന് വന്നതാ, ചേരി കൊണ്ടുപോകാൻ വന്നതാ. എന്നാലും അധിക സ്ഥലത്തും പ്രശ്നം എന്ന് വെച്ചാൽ ചക്ക ഭയങ്കര ഹൈറ്റിലാട്ടോ, പറിക്കാൻ പറ്റൂല. അവസാനം കെട്ടിട്ട് താഴെ വീണിട്ട് ആർക്കും എല്ലാം ഉണ്ടായി പോകും. ഇന്നലെ നമ്മൾ ഇതുപോലെ ദിശന്റെ വീട്ടിൽ മുകളിലാണ് ഉള്ളത്. അപ്പൊ എന്നെ കൊണ്ട് പറിക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് ആ സമയത്ത് കറക്റ്റ് സമയത്ത് 2 ആൾക്കാർ വന്ന് ആ വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നതായിരിക്കും. ഒരു മടൽ എടുക്കാൻ വേണ്ടി വന്നതാ. പോരെ കൊണ്ട് ടീച്ചർ എന്ത് ചെയ്ത് ആ ചക്കരം 5-6 പറപ്പിച്ച് തിന്നാൻ ഭാഗ്യമുണ്ട്. ഒരു 3-4 അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ കൊടുത്ത് 2 ഒരിക്കും കൊടുത്ത് 1-2 ഒരിക്കും കൊടുത്ത് എല്ലാവർക്കും ഇടപെട്ടല്ലോ ഓരോന്ന് കൊടുത്ത് 2 ഞമ്മളും എടുത്ത്. ഇത് ഇനിയിപ്പോ അപ്പുറത്തെ വീട്ടിലും കൊടുക്കില്ല. ഒന്നുമില്ല, നമുക്ക് തീരൂല. തിന്നടാ. ക്യാമറ പിന്നെ പിടിക്കാന്ന് ഞാൻ പറയും, പക്ഷെ ക്യാമറ പിടിച്ചിട്ട് മതി തീറ്റ. അടി ഉണ്ടാക്കണ്ട, ദിശാനെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ടമ്മ നടുവാകുമ്പോ നല്ല സേഫ് ആയിട്ടുള്ള നല്ല നീറ്റ് സാധനം. സൈഡിലാകുമ്പോ മണ്ണ് പറ്റിയുണ്ടാവും. ഞാൻ എപ്പോ എന്ത് കാണും, ഇപ്പൊ മീൻ ഫ്രൈ അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റം കാണാൻ നല്ല ഭംഗിയുള്ളത് എടുത്തു എന്റെ സ്വഭാവം. അങ്ങനെയല്ല മീൻ ചില ഇവിടെ ചില മീനെല്ലാം ഇങ്ങനെയെല്ലാം മുറിച്ചിട്ടുണ്ടാവും പല വൃത്തികെട്ട ഷേപ്പിലൊക്കെ. അത് എനിക്ക് നല്ല ഷേപ്പിൽ മുറിച്ചിട്ട് നല്ല വൃത്തിയുള്ള അല്ലമ്മേ, നല്ല ലേശം മുരിഞ്ഞിട്ടുള്ള. ഞാൻ സെലക്ട് ചെയ്തൊക്കെ തന്നു ശീലായി പോയി. അതാ ഞാൻ കൂട്ടുകയില്ലാ. ഇതെടുക്കടാ. ചക്ക ഇവിടെ നല്ല റൂട്ടിയാണ്.
ഒരുപാട് ചക്കപ്രാന്തന്മാരുണ്ട്. എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടും അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്നതുകൊണ്ട് വലിയൊരു വില ഉണ്ടാവില്ല. ദുബായിൽ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്കാണ് ചക്കര വില ശരിക്കും മനസ്സിലാവുക. സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ 2 ചുള 3 ചുള 5-6 ചുള വെച്ചിട്ട് 10-25 ദിർഹംസ് മേടിക്കുന്ന ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ദുബായിൽ. ചക്കക്കുരുവിന് വില, ബദാം പോലെ തന്നെ വിലയാണ്. അതെ അതെ. അപ്പൊ അതിന്റെ വില നമുക്ക് മനസ്സിലാവണേ കിട്ടാണ്ടാവണം. ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴാണ് ഒന്നും വില ഉണ്ടാവില്ല. അല്ല പക്ഷേ എനിക്ക് തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടല്ലേ ഒരു വിലയില്ലാത്തത്. നീ ഒറ്റക്കത് പറയുന്നില്ല, പറയിപ്പിക്കേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ട്രിക്കുകൾ അതൊക്കെ. നല്ല മധുരട്ടാ, അല്ല കറക്റ്റ് പഴുപ്പ്. അമ്മ പഴുപ്പ് എന്നല്ല പറയുന്നത്, ഇപ്പൊ വീഡിയോ വന്നിട്ട് പഴുപ്പ്. വീടിന്റെ പഴുത്ത ചക്ക എന്ന് പറയുന്ന ടീമാണ്. ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ ശരിക്കും പറഞ്ഞു. നല്ല പഴുത്ത ചക്കയുണ്ടടാ നല്ല എന്ന് പറയുന്ന ടീമാണ്. വീഡിയോ വന്നപ്പോ പഴുത്ത ചക്കയാണ്. അത് നമ്മൾ പഴുപ്പ് എന്താ പറയാ മോണ പഴുപ്പ്. നമ്മൾ പഴുപ്പ് പറയുമ്പോ മോണ പഴുപ്പ്, കാല് പഴുത്ത് പൊട്ടി എന്ന് പറയുമ്പോ നല്ല പഴുത്ത ചക്ക. അതിന് വേണോ ഗെയ്സ്? വേണോ ഗെയ്സ്? എനിക്ക് അമ്മ ഇതാക്കി പൊട്ടിച്ചേരാം. അല്ല എന്റെ ജിമ്മിൽ നിന്ന് കൊളാക്കും നിങ്ങള് നേരത്തെ. അല്ല എന്റെ ജിമ്മ് പോക്ക് ഇല്ലാണ്ടാക്കും നിങ്ങൾ. ചക്ക വീട്ടിട്ട് ഞാൻ ബാക്കി വന്നിട്ട് എന്റെ കൊറിയർ ആയിക്കൊണ്ട് സാധനം എടുത്തിട്ടാ. ഒറ്റ നല്ലുള്ളൂ മൈക്കുള്ള. പിന്നെ പോന്ന പോക്കാം. അപ്പൊ ചക്ക വിശേഷങ്ങളൊന്നും കഴിഞ്ഞ് ഇനി അടുത്തത് മാങ്ങ വിശേഷങ്ങൾ അടുത്ത സീസണില്. അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. ബൈ ബൈ എന്താ പറ ബൈ ഞാൻ പെട്ടാ ഇത് വിലാലിനടുത്തേക്ക്, ഇത് വിലാലിനടുത്തേക്കാ.